റിലേഷൻഷിപ്പ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ടോക്സിസിറ്റി വരുന്നില്ല. ചെറിയ ചെറിയ പൊസസീവ്നെസ്, അത് എല്ലാ പൊസസീവ്നെസ്സും നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ അല്ലെങ്കിൽ നമുക്ക് വാവ് എന്ന് പറയാൻ പറ്റിയ ഒന്നല്ല. പൊസസീവ്നെസ് നല്ലതാണ് ചെറിയ ചെറിയ രീതിയിൽ, അത് അപ്പോൾ പറഞ്ഞ അപ്പോൾ തീർക്കുന്നതാണെന്നുണ്ടെങ്കിൽ പൊസസീവ്നെസ് നല്ലതാണ്. പക്ഷേ അത് എപ്പോഴാണ് ടോക്സിസിറ്റി ആവുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറിന്റെ ലൈഫിൽ കയറി അവരുടെ ഡിസിഷൻ പോലും നമ്മൾ എടുക്കുന്ന സമയത്താണ് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ടോക്സിക് ആവുന്നത്. അപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് സിനിമകൾ കാണുന്നുണ്ട്, പ്രേമ സിനിമകൾ കാണുന്നുണ്ട്, റീൽസ് കാണുന്നുണ്ട്, അതുപോലെ തന്നെ സ്നേഹിച്ച് കല്യാണം കഴിച്ചിട്ടുള്ള ആൾക്കാരുടെ വീഡിയോസ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും വാവ്, ഇതാണോ ലൈഫ്, ഇതാണോ ജീവിതം? ശരിക്കും ഒന്ന് മനസ്സിലാക്കാം, നമ്മൾ ഈ യൂട്യൂബിലും സിനിമയിലും ഒന്നും കാണുന്നതൊന്നും അല്ല യഥാർത്ഥ ജീവിതം എന്ന് പറയുന്നത്. സിനിമയല്ല ജീവിതം. ജീവിതം എന്ന് പറയുമ്പോൾ ഒരുപാട് 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 നമ്മൾ മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമുണ്ട്. സിനിമയിൽ കാണുന്നത് പോലെ അത്ര സിമ്പിൾ അല്ല. എപ്പോഴും ഒരു ഹാപ്പി എൻഡിങ് ആവണം എന്നുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ല. എല്ലാം ചില ആൾക്കാർ പറയാറുണ്ട്, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് നീ അഡ്ജസ്റ്റ് ചെയ്യ്, അല്ലെങ്കിൽ സ്വന്തം മക്കളോട് അച്ഛനും അമ്മമാരും പറയാറുണ്ട് നീ അഡ്ജസ്റ്റ് ചെയ്യ്, ഇങ്ങനെയാണ് പെൺകുട്ടികൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഒരിക്കലും പെൺകുട്ടികളോ ആൺകുട്ടികളോ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമുണ്ടെന്ന് ഞാൻ പറയില്ല. അഡ്ജസ്റ്റ്മെന്റ് ആണോ അതൊരിക്കലും ഒരു നല്ലൊരു റിലേഷൻഷിപ്പും അല്ല. നമുക്ക് ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റെസ്പെക്ട്, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറിനെ നമ്മൾ എത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നത്, അവർ നമ്മൾ തിരിച്ച് എത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നത്, നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റി, നമ്മൾ കൊടുക്കുന്ന വാല്യൂ, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഒരു നല്ല റിലേഷൻഷിപ്പിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. അല്ലാതെ നീ എവിടെ പോണു, അവിടെ പോണ്ട, ഇവിടെ പോണ്ട എന്ന് നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നില്ല. ലവ്, സ്നേഹം ഒരിക്കലും നമ്മൾ ഡിമാൻഡ് ചെയ്യുന്ന ഒന്നല്ല. അത് നമ്മൾ പരസ്പരം മനസ്സിലാക്കി നമ്മൾ അത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോവേണ്ട അത്രയും ഡിവൈൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. അതിനെ കുറെ ടോക്സിസിറ്റി വാരി വലിച്ചിട്ട് നമ്മൾ എന്താണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാർ നീ അത് ചെയ്യണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് ഓ വാവ്, ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ അപ്പീലില്ല എന്ന് പറഞ്ഞ് അതിനെ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ പെൺകുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന് അപ്പുറത്തേക്ക് നീങ്ങൂല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒന്നല്ല, അങ്ങനെ നിൽക്കേണ്ട ഒന്നല്ല റിലേഷൻഷിപ്പ്. അവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റിന്റെ ആവശ്യമില്ല. നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ പ്രൊഫഷൻ, നമ്മുടെ പാഷൻ എല്ലാം മനസ്സിലാക്കി അതിനെ അക്സെപ്റ്റ് ചെയ്ത് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ, അങ്ങനെ നിൽക്കുന്ന ഒരാളാണ് നമ്മുടെ ശരിക്കുള്ള പാർട്ട്ണർ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളെ ഇഷ്ടങ്ങളെ കടിച്ചമർത്തി നമ്മളുടെ ആഗ്രഹങ്ങളെ വേണ്ടാന്ന് വയ്പ്പിച്ചുകൊണ്ട് നമ്മളെ മുന്നോട്ട് നമ്മുടെ ഫോഴ്സ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകുന്ന ഒരാളല്ല. അങ്ങനെ കൊണ്ടുപോകുന്ന